ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയാണ്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അക്കൗണ്ടൻസിയുടെ മീനിങ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അക്കൗണ്ടൻസി ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ, ബിസിനസ് കൺസേണിലോ ഏത് കൺസേണിലായാലും നടക്കുന്ന ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക. ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസും ചെയ്ത് അനലൈസും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിങ്, ഇതാണ് സ്റ്റെപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് സ്റ്റെപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രിട്ടേഷൻ. റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്സ്, അതൊരു ബുക്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നോർമലി ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ജേർണലിനകത്താണ്. അടുത്തതായി പറയുന്ന സ്റ്റെപ്പാണ് ക്ലാസിഫയിങ്. ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, ഓരോരോ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതിനെയാണ് ലെഡ്ജറിങ് എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന ബുക്കാണ് ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ക്ലാസിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ്, ഐറ്റംസ് നമ്മളത് സമ്മറൈസ് ചെയ്ത് ഓരോ അക്കൗണ്ട്സിലേക്ക് മാറ്റും. അതാണ് അതിൻ്റെ തേർഡ് സ്റ്റെപ്പ്, സമ്മറൈസിങ്. ഈ റെക്കോർഡ് ചെയ്ത ജേർണലൈസ് ചെയ്തിട്ട് ലെഡ്ജർ ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ്, ഓരോരോ അക്കൗണ്ട്സിലേക്ക്, അതായത് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ 3 എണ്ണത്തിലും ഡിവൈഡായി പോകുന്നു. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ്റെ ഓരോ ഐറ്റംസ് ഓരോരോ അക്കൗണ്ടിൽ അതായത് റൂൾ പ്രകാരം ചെയ്ത് വെക്കുന്നത്, അതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഇൻ്റർപ്രറ്റിംഗ് ആണ്. ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെച്ച സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതോ ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ, ട്രയൽ ബാലൻസിനകത്ത് ക്യാപിറ്റലിൻ്റെ സ്റ്റാറ്റസും ക്യാഷ് സ്റ്റാറ്റസും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് ഇൻ്റർപ്രറ്റിംഗ്, അതിന് ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിന് 3 ബ്രാഞ്ചസ് ആണുള്ളത്. ആ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആദ്യമായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കൺസേണും നമ്മുടെ ഒരു ബിസിനസ് കൺസേണിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ചെയ്യുന്ന അക്കൗണ്ട്സാണ് അക്കൗണ്ട്സ് എല്ലാം വരുന്നത്. അതായത് ഏതൊക്കെ നമ്മൾ അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ അക്കൗണ്ട്സ് എല്ലാം വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിലാണ്. അതായത് ഒരു കൺസേണിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അക്കൗണ്ട്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബിസിനസ് കൺസേണിൽ ഉണ്ടാകുന്ന കോസ്റ്റ്, അതായത് ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിന് എന്തുവേണ്ടി കോസ്റ്റ് ഇൻകേർഡായി, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് കോസ്റ്റ് എത്ര ആയി, അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ടൈപ്പ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ബ്രാഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായി വരുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ബിസിനസ്സിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ്, പ്രോഫിറ്റിലാണോ ലോസിലാണോ, അതനുസരിച്ച് അവർക്ക് ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുത്താം, ഫിനാൻഷ്യൽ കൺസേൺ എന്തൊക്കെ ചേഞ്ചസ് വരുത്തും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അങ്ങനെ 3 ബ്രാഞ്ചസ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അങ്ങനെ അടുത്തൊരു ടോപ്പിക്കാണ് അക്കൗണ്ട്സ്. നമ്മളിപ്പോൾ ഒരുപാട് അക്കൗണ്ട് നേരിട്ടുണ്ട്. ഈ അക്കൗണ്ടിന് 2 കാറ്റഗറിയാണുള്ളത്. ഈ അക്കൗണ്ടിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് ഒരെണ്ണം എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടും, 2 എന്ന് പറയുന്നത് ഇംപേഴ്സണൽ അക്കൗണ്ടുമാണ്. പേഴ്സണൽ അക്കൗണ്ടിനകത്ത് തന്നെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ തന്നെ 3 എണ്ണവും ഇംപേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ 2 എണ്ണവും വരുന്നുണ്ട്. ആദ്യമേ പേഴ്സണൽ അക്കൗണ്ടിനെ പറ്റി പറയാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിനകത്ത് നെയിം ഓഫ് പേഴ്സൺസ്, ഫേംസ് ആൻഡ് കമ്പനീസ്, അതായത് ഈ അക്കൗണ്ട്സിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് നെയിംസ് ആയിരിക്കും. നോർമലി ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനകത്ത് ഒരാളുടെ നെയിം വരുവാണെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്.
ഈ പേഴ്സണൽ അക്കൗണ്ട് ഈ നെയിംസ് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ടിനകത്ത് 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അതാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പേര് വരുന്നു, നോർമലായിട്ട് ഒരാളുടെ പേര്, അതായത് രവീസ് അക്കൗണ്ട്, രാജൂസ് അക്കൗണ്ട്, ഇങ്ങനെയൊക്കെ വരുന്ന ട്രാൻസാക്ഷൻസിനെല്ലാം നമ്മൾ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് ഇടുന്നത്. അടുത്തതായിട്ട് ഇടുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ നെയിം ഇസഡ് ലിമിറ്റഡ്, വോഡഫോൺ ലിമിറ്റഡ്, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ നെയിമിലാണ് ഒരു ട്രാൻസാക്ഷൻ കിടക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. അടുത്ത വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. അതെന്ന് പറയുന്നത് എ അക്കൗണ്ട് വിച്ച് റെപ്രസെൻറ്റ്സ് എ പേഴ്സൺ ഇസ് ടേംഡ് ആസ് റെപ്രസെൻറ്റേറ്റീവ്. ഒരു പേഴ്സണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും പ്രീപെയ്ഡ് ഉണ്ടെങ്കിലും അക്രൂഡ് ഇൻസ്റ്റാൾമെൻറ്റ്, നമുക്ക് സാധാരണ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അതൊക്കെ വരുവാണെങ്കിൽ അതിനെ പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് ആ അക്കൗണ്ട്സ് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് ഇമ്പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇമ്പേഴ്സണൽ അക്കൗണ്ട് നോർമലായിട്ട് ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടിൽ വരാത്ത എല്ലാം ഇമ്പേഴ്സണൽ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. ഇമ്പേഴ്സണൽ അക്കൗണ്ടിൽ 2 സബ് കാറ്റഗറിയാണ് വരുന്നത്. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അസറ്റ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോലത്തുള്ള അസറ്റ്സ് അതെല്ലാം വരുന്നത് റിയൽ അക്കൗണ്ടിനാണ്. നോമിനൽ അക്കൗണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ്, ലോസ്, ഇൻകം ആൻഡ് ഗെയിൻ. ഒരു കമ്പനി ഉണ്ടാകുന്ന എക്സ്പെൻസ്, ലോസുകൾ, ഇൻകം, ഗെയിൻ, ഇതെല്ലാമാണ് നോമിനൽ അക്കൗണ്ട് വരുന്നത്. അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, പർച്ചേസ് മെയ്ഡ്, സെയിൽസ് മെയ്ഡ്, ഇങ്ങനെയൊക്കെ വരുന്നത് നോമിനൽ അക്കൗണ്ടാണ്. ഈ നോമിനൽ അക്കൗണ്ടിനെ വേറൊരു പേരിൽ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്റ്റീഷ്യസ് അക്കൗണ്ടും എന്ന് നോമിനൽ അക്കൗണ്ടിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സിന് 2 കാറ്റഗറിയാണ്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്സ്, 2 ഇമ്പേഴ്സണൽ അക്കൗണ്ട്സ്. പേഴ്സണൽ അക്കൗണ്ട്സിനകത്ത് വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, അടുത്തത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. ഇമ്പേഴ്സണൽ അക്കൗണ്ട്സിനകത്ത് വരുന്നത് റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. അതാണ് അക്കൗണ്ട്സിനെ പറ്റിയുള്ള ടോപ്പിക്, അതേ ഉള്ളൂ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിൻ്റെ റൂളുണ്ട്. അതിൽ 3 റൂളാണ് വരുന്നത്. പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടിനും 3 റൂളായിട്ടാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് അതിൻ്റെ റൂള്. അതായത് റിസീവറിനെ ഡെബിറ്റ് ചെയ്യുക, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളായിട്ട് വരുന്നത്. അടുത്തതായിട്ട് റിയൽ അക്കൗണ്ട് ലോ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഒരു കമ്പനിയിലേക്ക് വരുന്നത്, അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അകത്തോട്ട് വരുന്നത്, കമ്പനിക്ക് അകത്തോട്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക. ഒരു കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് പോവുക, അതായത് ഇപ്പോൾ സെയിൽസ് വരുവാണ്, അതിനെയൊക്കെ വാട്ട് ഗോസ് ഔട്ട് എന്ന് പറയുന്നത് അതിനെയൊക്കെ ക്രെഡിറ്റ് ആവും. അതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അടുത്തതായിട്ട് വരുന്നത് നോമിനൽ അക്കൗണ്ടിൻ്റെയാണ്. അതിൻ്റെ ഇത് എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസും ലോസിനെയും ഡെബിറ്റ് ചെയ്യാനും ഇൻകം ആൻഡ് ഗെയിൻസിനെ ക്രെഡിറ്റ് ചെയ്യാനാണ് നോമിനൽ അക്കൗണ്ട് ലോ പറയുന്നത്. അതാണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന ടോപ്പിക്ക്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആണ്. ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ചിലപ്പം ഇങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ റൂള് പഠിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇക്വേഷൻസ് അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി, ക്യാപിറ്റൽ ലയബിലിറ്റിയും കൂടെ കൂടിച്ചേരുമ്പോൾ ഉള്ളതാണ് ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന ചോദ്യം ചോദിക്കും, ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, അസറ്റ് ലയബിലിറ്റി എന്ന് കുറയ്ക്കാൻ നേരത്ത് ക്യാപിറ്റൽ കിട്ടും. ഇപ്പോൾ ലയബിലിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ അസറ്റ് മൈനസ് ക്യാപിറ്റൽ.
അപ്പോൾ നോർമലായിട്ട് പഠിച്ചിരിക്കുന്ന മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അതിൽ നിന്ന് ക്യാപിറ്റലും ലയബിലിറ്റിയും അസറ്റും കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എഴുതാവുന്നതാണ്. ഇപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റും ചെയ്യണം. അത് വേറൊരു ലോ ആണ്. ലയബിലിറ്റി കൂടുവാണെങ്കിൽ, അതായത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതാണ് അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ലോ. ഇഫ് ഇൻക്രീസ് ഇൻ അസറ്റ് ഷാൽ ബി ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ അസറ്റ് ഷാൽ ബി ക്രെഡിറ്റഡ്. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഷാൽ ബി ക്രെഡിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഷാൽ ബി ഡെബിറ്റഡ്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് ചോദിക്കുന്ന ചില റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഫാക്ട്സും കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ തന്നാലും സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ആ ഇക്വേഷൻ നല്ലോണം പഠിച്ചു വെക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനകത്ത് ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റ് മനസ്സിലാക്കി നോക്കിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ മനസ്സിൽ വിചാരിച്ചെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. രണ്ടാമത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് സെയിൽസ് കുറയ്ക്കുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അടുത്തത് നെറ്റ് പ്രോഫിറ്റിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ബിസിനസ് ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയാവുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റും ബിസിനസ്സിനുണ്ടാകുന്ന ഇൻകവും അതിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസും കുറയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെയും നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ. അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഡാഷ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ പ്രൈം എൻട്രി എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡാഷ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് പ്രൈം എൻട്രി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. അപ്പോൾ അതിനെയാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ പ്രൈം എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ജേണലാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം പറയും ഇഫ് ഫോർ എവരി ഡെബിറ്റ് ദെയർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് സൈഡിൽ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ആ എഫക്റ്റ് വന്നിരിക്കും. അടുത്ത ക്വസ്റ്റ്യനാണ് ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ മേ ബി ക്രെഡിറ്റഡ് ടു എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഏത് അക്കൗണ്ടിലോട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ക്രെഡിറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത് പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏത് അക്കൗണ്ടിലാണെന്നാണ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിന് ഒരു എക്സ്പെൻസും കൂടിയാണ്. ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളെപ്പോഴും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. പിന്നെ ക്വസ്റ്റ്യനാണ് ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് മാച്ചിങ് റവന്യൂ ആൻഡ് കോസ്റ്റ്. റവന്യൂയും കോസ്റ്റും തമ്മിൽ മാച്ചിങ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് റവന്യൂ കോസ്റ്റ്. ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് മാച്ചിങ് റവന്യൂ ആൻഡ് കോസ്റ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് മാച്ചിങ് റവന്യൂ ആൻഡ് കോസ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് എ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് നോൺ ആസ്.
ഒരു ട്രാൻസാക്ഷൻ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എൻട്രി ആണ്. എൻട്രി, എ ട്രാൻസാക്ഷൻ എൻ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് ബുക്ക് ഓഫ് എ ബിസിനസ് ഫേം. ഒരു ബിസിനസ് ഫേമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് ബുക്ക് ഓഫ് എ ബിസിനസ് ഫേം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ലെഡ്ജറാണ്. ദ സെയിൽസ് ലെഡ്ജർ ഈസ് ഓൾസോ കോൾഡ്. സെയിൽസ് ലെഡ്ജറിൻ്റെ വേറൊരു നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെയിമാണ് അക്കൗണ്ട്സ് റിസീവബിൾ ലെഡ്ജർ. സെയിൽസ് ലെഡ്ജറിൻ്റെ വേറൊരു നെയിമാണ് അക്കൗണ്ട്സ് റിസീവബിൾ ലെഡ്ജർ. ഇപ്പോൾ ഒരു പ്രൊപ്പറേറ്റർ, അതായത് ബിസിനസ് കൺസേണിൻ്റെ ഓണർ ഒരു ഗുഡ്സ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഗുഡ്സ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ഏത് അക്കൗണ്ടിലാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പർച്ചേസ് അക്കൗണ്ടിലാണ് നമ്മളത് കാണിക്കേണ്ടത് നോർമലി. ഇപ്പം ഗുഡ്സ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടാണ് കാണിക്കേണ്ടത്. അതായത് ഡ്രോയിങ്സ് അക്കൗണ്ട് നോർമലി ക്യാഷ് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഇട്ട് ക്യാഷ് എന്നായിരിക്കും. ഇപ്പം ഗുഡ്സ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഇട്ട് പർച്ചേസ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ ഈസ് കോൾഡ്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന നെയിം എന്ന് പറയുന്നത് ജേർണലൈസിങ് ആണ്. ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ്. അടുത്ത ക്വസ്റ്റ്യനാണ് ഹ്യൂജ് എമൗണ്ട് ഇൻ സ്പെൻഡിങ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ്. അത് ഏത് ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ദ ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ഈസ്. എന്നിട്ടൊരു 4 ഓപ്ഷൻ തരുന്നുണ്ട്. ദ ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ്, പെറ്റി ക്യാഷിൻ്റെ ബാലൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അസറ്റാണ്. ഡാഷ് ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ഫൈനൽ എൻട്രി എന്ന് പറയുന്ന ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ലെഡ്ജറാണ്. എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഈസ് ലെഡ്ജർ. ഇതാണ് നോർമലി അക്കൗണ്ട്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് എനി ബിസിനസ് ഈസ്. ഒരു ബിസിനസ്സിൻ്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ ഡാഷ് ആൻഡ് ക്രെഡിറ്റ് ദ ഡാഷ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് ടൈപ്പ് അക്കൗണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. എന്ത് തീരുമ്പോഴാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. അക്കൗണ്ടിങ് അല്ല, ബുക്ക് കീപ്പിംഗ് ആണ്. സോറി ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാണ്. ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ആവുന്നത്. അക്കൗണ്ടിങ് എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് തീർന്നു കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈക്വൽ ടു. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കാൻ നേരത്തെ എന്താണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ഈസ് എ ഡാഷ്. ബാലൻസ് ഷീറ്റ് എന്തുവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന എന്താണെന്ന് ഏത് അക്കൗണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ അസറ്റ് അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് ഡാഷ് ബാലൻസ്. അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട് ഈസ് കോൾഡ്. ഒരു അക്കൗണ്ടിൽ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് ഉണ്ട്. അതിൽ ലെഫ്റ്റ് ഹാൻഡിന് പറയുന്ന നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് വിളിക്കുന്ന നെയിം എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ആണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡും
റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. അങ്ങനെയാണ് ഒരു അക്കൗണ്ടിൽ എപ്പോഴും പറയുന്നത്. ഏത് അക്കൗണ്ടിലായാലും ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ് ക്രെഡിറ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് ഡാഷ് ഈസ് നോൺ ആസ് ലെഡ്ജർ. എ ഗ്രൂപ്പ് ഓഫ് ഡാഷ് ഈസ് നോൺ ആസ് ലെഡ്ജർ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ആൻഡ് ഈസ് എ ഡാഷ് അസറ്റ്. ക്യാഷ് ഇൻ ആൻഡ് എന്ത് ടൈപ്പ് അസറ്റ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ നോർമലായിട്ട് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ്. ക്ലാസ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇപ്പോൾ ഞാൻ അക്കൗണ്ട്സിനെ പറ്റി നോർമലായിട്ടൊരു ജനറലി ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാമാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ കുറച്ച് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതേ സമയം തന്നെ കാണാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.